ഹലോ വെൽക്കം ടു അനദർ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ക്യാൻവ പ്രോ, ക്യാൻവ ഫ്രീ തമ്മിലുള്ള വ്യത്യാസമാണ്. ക്യാൻവ നമുക്ക് രണ്ട് രൂപത്തിൽ ഉപയോഗിക്കാം. അതിൻ്റെ പ്രോ വേർഷൻ ഉപയോഗിക്കാം, അതിൻ്റെ ഫ്രീ വേർഷൻ ഉപയോഗിക്കാം. എന്താണ് ക്യാൻവ പ്രോ എന്ന് നമുക്ക് പരിചയപ്പെടാം. ക്യാൻവ പ്രോ എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ഓപ്ഷൻസ് എക്സ്ട്രാ ആയിട്ട് നമുക്ക് ലഭിക്കും. അതായത് ഡിസൈൻ ആൻഡ് പബ്ലിഷിങ്ങിൽ നോക്കുമ്പോൾ നമുക്ക് ഫ്രീ യൂസ് ഓഫ് ഒരു എൻറ്റയർ കണ്ടൻറ് ലൈബ്രറി, അതായത് കണ്ടൻറ് ലൈബ്രറി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഈ ക്യാൻവക്കുള്ളിൽ. അതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ആ കണ്ടൻറ് ലൈബ്രറി ഒന്ന് കാണിച്ചു തരാം. കണ്ടൻറ് ലൈബ്രറി തുറക്കാനായിട്ട് ആദ്യം പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം ഞാനിവിടെ ഒരു ഡിസൈൻ ചെയ്യാൻ പോവാണ്. അതിന് പോസ്റ്റർ എന്ന് സെർച്ച് ചെയ്യാം കേട്ടോ. പോസ്റ്റർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്ററിൻ്റെ വിടുത്തിലും ഷേസിലുള്ള ഒരു ക്യാൻവാസ് നമുക്ക് ഓപ്പൺ ചെയ്യും. അപ്പോൾ ഇവിടെ ക്യാൻവാസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ കണ്ടൻറ് ലൈബ്രറി എന്ന് പറയുമ്പോൾ ഇതിൽ എലമെൻറ്റ്സ് എന്നുള്ള ഓപ്ഷൻ കണ്ടില്ലേ? ഈ എലമെൻറ്റ്സ് എന്ന ഓപ്ഷനിൽ ഏറ്റവും ടോപ്പിൽ സെർച്ച് എലമെൻറ്റ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കണ്ടൻറ് ലൈബ്രറി കാണാം. അതായത് റീസെൻ്റ്ലി യൂസ്ഡ് ഒഴികെയുള്ള ഷേപ്പ്, ഗ്രാഫിക്സ്, സ്റ്റിക്കേഴ്സ്, ഫോട്ടോസ്, വീഡിയോസ്, ചാർട്ട്, ടേബിൾ, ഇതൊക്കെ ഇതിലെ കണ്ടൻറ് ലൈബ്രറിയാണ്. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു ഗ്രാഫിക്സ് സെർച്ച് ചെയ്യാണ്. ഞാനിപ്പോൾ ഒരു എക്സാമിൽ നല്ല സ്കോർ ചെയ്തൊരു കുട്ടിക്ക് നമ്മൾ ഒരു പോസ്റ്റർ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ വിന്നർ എന്നുള്ളതിൻ്റെ ഒരു ഗ്രാഫിക്സ് ഇവിടെ സെർച്ച് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഗ്രാഫിക്സ് സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ ചില ഗ്രാഫിക്സൊക്കെ എന്താണ് ഒരു പ്രോൻ്റെ ഒരു ചിഹ്നം കാണിക്കുന്നില്ല താഴത്തായിട്ട്, അതിൻ്റെ ഒരു വശത്തായിട്ട്. അങ്ങനെയുള്ള ഗ്രാഫിക്സ് നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ പ്രോ വേർഷൻ എടുക്കണം. എന്നാലോ അതല്ലാണ്ടുള്ള ഫ്രീ ആയിട്ടുള്ള ഗ്രാഫിക്സ് ഉണ്ട്. അതായത് ആ ചിഹ്നം വരാത്തതാണ് ഫ്രീ ആയിട്ടുള്ള ഗ്രാഫിക്സ്. അതുപോലെ തന്നെ നമുക്കൊരു ആത്മീയ സദസ്സിൻ്റെ പോസ്റ്റർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഗ്രാഫിക്സ് ഇതിൽ കിട്ടും. നമുക്ക് ഇസ്ലാമിക് പാറ്റേൺ സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള പോസ്റ്ററിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഗ്രാഫിക്സ് ഇതിൽ കാണാം. ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കാണാം പ്രോയുടെ ചിഹ്നമുള്ള ചില ഗ്രാഫിക്സ് കാണാം അല്ലേ? ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊക്കെ ഫ്രീ ആയിട്ടുള്ള ഗ്രാഫിക്സ് ആണ്. എന്നാലും അതിൻ്റെ തൊട്ട് മേലെയുള്ളത് ഒരു പ്രോൻ്റെ ചിഹ്നം ഉള്ളതാണ്. അങ്ങനത്തെ ഗ്രാഫിക്സ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? പ്രോ എടുക്കണം. പ്രോ നമുക്ക് ചെറിയ ക്യാഷ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിൽ പറയുന്നവരാണ്. ഇങ്ങനെയുള്ള ഗ്രാഫിക്സ് നമുക്ക് നമ്മളെ ഈ ഒരു ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. അത് നമ്മൾ എന്ത് ചെയ്യണം? പ്രോ എടുക്കണം. പിന്നെ കണ്ടൻറ് ലൈബ്രറിയിൽ വരുന്നത് ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ട ഗ്രാഫിക്സ് ആണല്ലോ അല്ലേ? ഈ ഗ്രാഫിക്സിലാണ് ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ഉള്ളത് കേട്ടോ. എലമെൻസിൽ പോയിട്ട് എലമെൻസിൽ സെർച്ച് എലമെൻറ്റ്സ്, അതിൽ ഗ്രാഫിക്സ്. ഈ ഗ്രാഫിക്സിലാണ് ഞാൻ സെർച്ച് ചെയ്തത് ഇസ്ലാമിക് പാറ്റേൺ എന്നുള്ളത്. അപ്പോഴാണ് എനിക്ക് ഈ സംഭവം എല്ലാം കിട്ടിയത് കേട്ടോ. ഇനി അടുത്തൊരു കണ്ടൻറ് എന്ന് പറയുന്നത് ഫോട്ടോസ് ആൻഡ് വീഡിയോസാണ്. ഇവിടെ ഉണ്ടില്ലേ ഗ്രാഫിക്സിന് തൊട്ട് താഴത്തായിട്ട് ഫോട്ടോസ് എന്ന് കാണുന്നില്ലേ? അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഫോട്ടോ ആണോ ഡിസൈനിലേക്ക് വേണ്ടത് ആ ഫോട്ടോ ഇവിടെ ഇത് സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. ഞാനിവിടെ ടീച്ചർ സെർച്ച് ചെയ്യാം കേട്ടോ. ഒരുപാട് ടീച്ചേഴ്സിൻ്റെ ഫോട്ടോ കിട്ടി. നമുക്കിവിടെ എന്ത് ഫോട്ടോ ആണ് വേണ്ടത് ആ ഫോട്ടോൻ്റെ പേര് സെർച്ച് ചെയ്താൽ മതി. ഇവിടെ ഇസ്ലാമിക് ടീച്ചർ നടിക്കട്ടാൻ. അപ്പോൾ മദ്രസൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ ഫോട്ടോസ് വന്ന് നമുക്ക് എന്ത് ഫോട്ടോസാണ് വേണ്ടത് എന്നുള്ള സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? അങ്ങനെയുള്ള ഫോട്ടോസ് കിട്ടും. ആ ഫോട്ടോ നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ ഡിസൈനിൽ ഉപയോഗിക്കാം. ഇതൊക്കെ നമ്മൾ ഈ പ്രോ വേർഷനിൽ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഈ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കാനും നമുക്ക് എന്ത് വേണം? പ്രോ വേർഷൻ വേണം. ഈ BG റിമൂവർ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? അതിന് ബാക്ക്ഗ്രൗണ്ട് റിമൂവൽ ചെയ്യും. അതിനും നമുക്ക് എന്ത് ചെയ്യണം? പ്രോ വേർഷൻ വേണം. പക്ഷേ ഇതൊന്നും അല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിസൈൻ ചെയ്യാം. അതായത് ഈ പ്രോൻ്റെ ഈ ഒരു വാട്ടർ മാർക്ക് ഇല്ലാണ്ടുള്ള എലമെൻസും ഫോട്ടോസൊക്കെ കണ്ടൻറ്റ് ഒക്കെ നമ്മൾ തപ്പി പിടിക്കുകയെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ക്യാൻവ ഡിസൈൻ ചെയ്യാം. രണ്ട് ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതിലുള്ള എലമെൻ്റായി വരുന്നത് ഈ എലമെൻസിൽ നിന്ന് പോയിട്ട് തന്നെ നമുക്ക് വീഡിയോസ് എന്നൊരു ഓപ്ഷൻ കാണാം. സെർച്ച് എലമെൻസിൽ
ഇവിടെ വീഡിയോസ് എന്ന് കാണാം, അതായത് ഫോട്ടോസിൻ്റെ വലത് ഭാഗത്തായിട്ട് വീഡിയോസ്. ആ വീഡിയോസിൽ നമുക്ക് എന്ത് വീഡിയോ ആണ് വേണ്ടതെന്നുള്ളത് നമുക്ക് സെർച്ച് ആ വീഡിയോ നമുക്ക് കിട്ടും. ഇപ്പോൾ ഒരു മാരേജിലൊക്കെ അറിയാൻ പറ്റിയ വീഡിയോൻ്റെ മോഡൽ നോക്കട്ടെ. അങ്ങനെ ഒരുപാട് നമ്മളെ വീഡിയോസിൻ്റെ ഇടയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരുപാട് ക്ലിപ്സും കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യും, ഇതിൽ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ബർത്ത്ഡേ സെർച്ച് ചെയ്തോട്ടെ. ഇപ്പോൾ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലെ കണ്ടൻറ് ലൈബ്രറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറെ ഒരുപാട് കണ്ടൻറ് ലൈബ്രറിയിൽ നമുക്ക് സംഭവങ്ങൾ അവൈലബിൾ ആണ്. അപ്പോൾ എടുത്ത് നോക്കാം. ഈ കണ്ടൻറ് ലൈബ്രറി എന്താണ്, നമുക്ക് പ്രോ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. പിന്നെ പ്രോ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണെന്ന് നോക്കാം. ചെറിയ ക്യാഷിൽ നമുക്ക് ഈ പ്രോ എടുക്കാനുള്ളൊരു സൗകര്യമുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് പറയാം എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ആക്സസ് ആൾ മാജിക് സ്റ്റുഡിയോ ഫീച്ചേഴ്സ്. മാജിക് സ്റ്റുഡിയോ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു ഫോട്ടോ എടുത്തില്ല, ആ ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് മാജിക് സ്റ്റുഡിയോ എന്ന് പറയുന്നത്. അതിനായിട്ട് ഞാനിവിടെ പ്രോ ഉള്ള അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം കേട്ടോ. ഇവിടെ മാജിക് സ്റ്റുഡിയോ ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ ഒരു പോസ്റ്റർ ഓപ്പൺ ചെയ്യാം കേട്ടോ. ചെയ്ത പോസ്റ്റർ ഞാൻ ഈ പോസ്റ്ററിൽ ഞാനിവിടെ എലമെൻറ്റ്സ് എന്നുള്ളത് ഓപ്പൺ ചെയ്യുന്നു. ശേഷം സെർച്ച് എലമെൻറ്റ്സ് എന്നുള്ളത് ഓപ്പൺ ചെയ്യുന്നു. അതിൽ തന്നെ ഫോട്ടോസ് എന്നുള്ളത് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്യണേ. ഞാനിവിടെ ഒരു സ്റ്റുഡൻറ്റ് വിത്ത് ലാപ്ടോപ്പ് സെർച്ച് ചെയ്യാം കേട്ടോ. ഇവിടെ ഒരുപാട് ഫോട്ടോ വന്നിട്ടുണ്ട്. അവിടെ ഈ ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്യാണ്. ഈ മാജിക് സ്റ്റുഡിയോ എന്താണെന്ന് പറഞ്ഞുതരാം. ഈ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇത് വലത്തെ ഭാഗത്തേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം മാജിക് സ്റ്റുഡിയോ എന്നുള്ളത്. മാജിക് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻ കാണാം. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് BG റിമൂവർ, അതായത് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇതിൻ്റെ ഒഴിവാക്കാം. അതിനായിട്ട് BG റിമൂവർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇത് നമുക്ക് പ്രോയിൽ വരുന്നൊരു ഓപ്ഷനാണ്. ഇപ്പോൾ എന്തായി, ആ ഒരു ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി, കണ്ടില്ലേ? ഇപ്പോൾ ഫോട്ടോ മാത്രമുള്ളതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ല. നമുക്ക് നമ്മുടെ ഡിസൈനിലേക്ക് ഇങ്ങനെ ഏതൊരു ഫോട്ടോയും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൊണ്ടുവരാം. പിന്നെ ഈ മാജിക് സ്റ്റുഡിയോയിൽ ഉള്ളത് എന്താ പറഞ്ഞുതരാം. അതിനായിട്ട് വീണ്ടും ഞാൻ മാജിക് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുന്നു. മാജിക് ഗ്രാബ് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്, ബ്രഷ്, ടാപ്പ് എന്നിങ്ങനെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ ബ്രഷ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ശേഷം ഞാനിവിടെ ബ്രഷ് കൊണ്ടൊന്ന് ടച്ച് ചെയ്യാം കേട്ടോ. ഗ്രാബ് ഈ ആ ഒരു എലമെൻറ്റ് നമുക്ക് ഏതൊരു സ്ഥലത്തും കൊണ്ടുപോയേക്കാം. ഇതാണ് മാജിക് ഗ്രാബ് എന്നുള്ളത്. അപ്പോൾ ആ ഫോട്ടോയിൽ നിന്ന് എടുത്തിട്ട് ഞാനിവിടെ കൊണ്ടുപോകുകയാണെങ്കിൽ അതും ചെയ്യാൻ ചെയ്താണ്ടില്ലേ. ഇനി ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, മാജിക് സ്റ്റുഡിയോ എന്നുള്ള ഓപ്ഷൻ ഓപ്പൺ ചെയ്യുന്നു. മാജിക് ഗ്രാബ് ഓപ്പൺ ചെയ്യുന്നു. ഇതിൽ ടാപ്പ് എന്ന് ബ്രഷ് വന്നിട്ടുണ്ട്. ഞാനിതിൽ ബ്രഷ് തന്നെ സെലക്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഞാനിവിടെ ഈ ഒരു പുസ്തകം ഉണ്ടല്ലോ അത് ടച്ച് ചെയ്യുന്നു കേട്ടോ. ഗ്രാബ് എന്നുള്ള അടിക്കുന്നു. ഇതൊരു ക്ലിയർ ഉള്ളൊരു എലമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഗ്രാബ് ചെയ്യാം. ഇപ്പോൾ ആ ഒരു പുസ്തകം കിട്ടിയിട്ടുണ്ട്. ഈ പുസ്തകം ഞാനിവിടെ കൊണ്ടുവന്ന് വെക്കാം. ഇതെന്താണ്, ഇതൊക്കെ മാജിക് സ്റ്റുഡിയോയിൽ വരുന്ന സംഭവമാണ്.
ഫസ്റ്റ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് റിമൂവൽ, പിന്നെ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് മാജിക് ഗ്രാബ് എന്ന് പറയും. അവിടെ ഉള്ളൊരു എലമെൻറ്റിനെ, ഇതൊരു ഫോട്ടോയിലുള്ളൊരു എലമെൻറ്റിനെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവെക്കുന്നതിനാണ് മാജിക് ഗ്രാബ് എന്ന് പറയുന്നത്. പിന്നെ ഈ മാജിക് സ്റ്റുഡിയോയിലുള്ളത് എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു ഫോട്ടോ ആഡ് ചെയ്യട്ടെ. അതിന് വേണ്ടിയിട്ട് പുതിയൊരു ക്യാൻവാസും ഓപ്പൺ ചെയ്യട്ടെ. അതിന് വേണ്ടിയിട്ട് ഒരു A4 സൈസിലുള്ള ഒരു ക്യാൻവാസ് ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് മാജിക് ഗ്രാബ് എന്താണെന്നുള്ളത് ഒന്നിന് കാണിച്ചു തരാം. ശേഷം ഈ ഒരു സാധനം ഞാൻ താഴത്തേക്ക് വലിച്ചിട്ടാണ്. പിന്നെ എലമെൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാണ്. പിന്നെ ഈ സെർച്ച് എലമെൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാണ്. ശേഷം ഞാൻ ഫോട്ടോസ് എന്നുള്ളതിലേക്ക് തന്നെ പോകുന്നു. ഇവിടെ ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നു. ശേഷം ഞാൻ ഈ ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ മാജിക് സ്റ്റുഡിയോ എന്നുള്ളത് ഓപ്പൺ ചെയ്യുന്നു. അതിൽ മാജിക് ഗ്രാബ് എന്നുള്ളത് ഓപ്പൺ ചെയ്യുന്നു. ശേഷം ഇതിലൊരു എലമെൻറ്റ് ഞാൻ ടാപ്പ് ചെയ്ത് സെലക്ട് ചെയ്യണം കേട്ടോ. ടാപ്പ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഗ്രാബ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. നേരത്തെ നമ്മൾ ബ്രഷ് കൊണ്ട് ഇങ്ങനെ നമുക്ക് വേണ്ടത്ര എലമെൻറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്തിരുന്നു കേട്ടോ. ശേഷം ഈ ഒരു എലമെൻറ്റിനെ നമുക്ക് വേണ്ട സ്ഥലത്തേക്ക് എന്ത് ചെയ്യാം, കൊണ്ടുവന്ന് നോക്കാം. അതുപോലെ തന്നെ അടുത്ത് ഞാനൊരു വേറൊരു എലമെൻറ്റിനും കൂടി അത് ഗ്രാബ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് മാജിക് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുന്നു. ശേഷം മാജിക് ഗ്രാബ് സെലക്ട് ചെയ്യുന്നു. ഇതെല്ലാം പ്രോയിൽ വരുന്ന കേട്ടോ. പ്രോ വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ആക്ടിവേഷൻ ചെയ്യാം. അതിനായിട്ട് എന്ത് ചെയ്യുക, ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. ശേഷം ബ്രഷ് എന്നുള്ള ടൂൾ എടുക്കുന്നു. ഞാൻ ഈ ഒരു ചെടിച്ചട്ടി അവിടെ ബ്രഷിനോട് ടാപ്പ് ചെയ്യാൻ കേട്ടോ. എന്നിട്ട് ഗ്രാബ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ഒന്ന് വൃത്തിയിൽ ചെയ്താൽ ഒന്നും കൂടി അടിപൊളിയായിട്ട് കിട്ടും. ശേഷം ആ ഒരു ചട്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ കൊണ്ടുവന്ന് നോക്കുന്നു. അപ്പോൾ ഇതാണ് മാജിക് ഗ്രാബ്. പിന്നെ എന്താണ് ഇതിൽ വരുന്നത് നോക്കാം. അതിനിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഫോട്ടോ ഇതിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ ചെയ്യുന്നു. ഈ ഫോട്ടോമേ ക്ലിക്ക് ചെയ്യുന്നു. പിന്നെ മാജിക് സ്റ്റുഡിയോ എന്നുള്ള ഓപ്പൺ ചെയ്യുന്നു. അത് തന്നെ അടുത്ത് ഗ്രാബ് ടെക്സ്റ്റാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു അതിലുള്ളൊരു ഫോട്ടോ, അതിൽ എലമെൻറ്റിനെയല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്രാബ് ചെയ്തത്. ഇനി അതുപോലെ തന്നെ അതിൽ എന്തെങ്കിലും എഴുത്തുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഗ്രാബ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതിനായിട്ട് ഞാനൊരു ഫോട്ടോ, വേറൊരു ഫോട്ടോ, ഒരു എഴുത്തുള്ള ഫോട്ടോ ഇവിടെ നിന്ന് സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ഈ ഒരു ഫോട്ടോ ഇവിടെ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്തിട്ടോ. ഈ ഫോട്ടോയിലുള്ള ടെക്സ്റ്റ് എന്ത് ചെയ്യുന്നു, നമ്മൾ ഗ്രാബ് ചെയ്യാണ്. അതിനായിട്ട് സൈഡിലേക്ക് സ്ക്രോൾ ചെയ്തിട്ട് മാജിക് സ്റ്റുഡിയോ എന്നുള്ളത് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഗ്രാബ് ടെക്സ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. പക്ഷേ നമുക്ക് ഏത് ടെക്സ്റ്റാണ് ഗ്രാബ് ചെയ്യേണ്ടത് ആ ടെക്സ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്താൽ മതി. ഞാൻ ഈ ടെക്സ്റ്റാണ് ഗ്രാബ് ചെയ്യുന്നത് കേട്ടോ. അത് ഗ്രാബ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാണ്. അപ്പം നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്തു, ഇവിടെ ഗ്രാബ് ചെയ്തിട്ട് കിട്ടി കേട്ടോ. ഇത്ര പണിയുള്ളൂ ടെക്സ്റ്റ് ഗ്രാബ് ചെയ്യാൻ. ഇതും മാജിക് സ്റ്റുഡിയോ എന്നുള്ളൊരു ഓപ്ഷനിൽ വരുന്നതാണ്. പിന്നെ ഫോണ്ട് നമുക്ക് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനൊക്കെ കഴിയും. ഫോണ്ട് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും കൂട്ടി കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ ഈ മാജിക് സ്റ്റുഡിയോയിൽ വരുന്ന എന്താ നമുക്ക് അടുത്ത് നോക്കാം. മാജിക് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുന്നു. ഇനി മാജിക് എക്സ്പാൻഡ് ആണ്. അത് നമുക്ക് വരുന്ന ക്ലാസ്സിൽ പറയാം. അതായത് നമുക്കൊരു ടെക്സ്റ്റിനെ അല്ല ഒരു ഫോട്ടോയെ ഒന്ന് വലുതാക്കാനുള്ള ഓപ്ഷനാണ് മാജിക് എക്സ്പാൻഡ്. പിന്നെ ഈ ഒരു പ്രോയിൽ വരുന്ന എന്താ അടുത്ത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ പ്രോ ഇല്ലാത്തൊരു അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ചെയ്യാണ്.
ഇത് ഫ്രീ അക്കൗണ്ടാണ്, പ്രോ അല്ലാത്തത്. നമുക്ക് ഫ്രീ അക്കൗണ്ട് വെച്ചിട്ട് നമുക്ക് ഡിസൈനൊക്കെ ചെയ്യാവുന്നതാണ്. പ്രോ എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ഇനി അടുത്തതിൽ വരുന്നത് നോക്കാം. പിന്നെ ഇതെല്ലാം ഫ്രീ ആണ് കേട്ടോ. ക്രിയേറ്റ് ഡിസൈൻ വിത്ത് കസ്റ്റം ഡിമെൻഷൻ, എക്സ്പോർട്ട് ഡിസൈൻ ആസ് എ PDF, JPG, PNG ഫ്രീ ആണ്. സോഷ്യൽ ഷെയറിംഗ് ആൻഡ് പ്രസൻറ്റേഷൻ മോഡ്, പിന്നെ കാൻവ ആപ്പ് ഫോർ ഡിസൈൻ എനിവെയർ, ജനറേറ്റ് കസ്റ്റം ടെംപ്ലേറ്റ്സ് ഒക്കെ ഫ്രീ ആണ് കേട്ടോ. പിന്നെ ക്രിയേറ്റഡ് ബ്രാൻഡഡ് ടെംപ്ലേറ്റ്സ്, അത് നമുക്ക് ഈ ഞാൻ പറയുന്ന ഈ ഒരു ഇതിൽ വരുന്നതല്ല. പിന്നെ കസ്റ്റമൈസ് യുവർ ഡൗൺലോഡ് ക്വാളിറ്റി, അതൊക്കെ നമുക്ക് ഈ ഒരു ചുരുങ്ങിയ ചിലവിലുള്ള പ്രോയിൽ കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ PNG ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട്, ബൾക്ക് ക്രിയേറ്റ്, കസ്റ്റമൈസ്ഡ് ഡിസൈൻ. ഈ ബൾക്ക് ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യുന്നതാണ്, ഞാൻ പറഞ്ഞ ഈ ഒരു പ്രോ വേർഷനിൽ ലഭിക്കും. നമ്മൾ വരുന്ന ക്ലാസ്സിൽ ഒരു സർട്ടിഫിക്കറ്റ് ഡിസൈനിൻ്റെ ക്ലാസ്സിൽ നമുക്ക് എങ്ങനെ ബൾക്ക് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ വരുന്നത് നമുക്കിനി വരുന്ന ക്ലാസ്സിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഈ ക്യാൻവ പ്രോൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് മന്ത്ലി 500, ഇയർലി 4000. പക്ഷേ ഞങ്ങളുടെ അടുത്ത് തന്നെ നിങ്ങൾ ആക്ടിവേഷൻ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി അല്ല, ഇയർലി നിങ്ങൾക്ക് 500 ആക്ടിവേഷൻ ചെയ്ത് തരണം കേട്ടോ. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ ക്യാൻവയിൽ കൊടുത്തിട്ടുള്ള Gmail അഡ്രസ്സ് ഞങ്ങൾക്ക് അയക്കുക മാത്രം ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.